ഒരു മാസം നീണ്ടു നിൽക്കുന്ന റെപ്കോയുടെ പ്രദർശന വിപണനമേള അവസാന ദിവസങ്ങളിലേക്ക്. വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ ഓഫറുകളാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന വിപണനമേളയിൽ നൽകുന്നത്. സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവനാണ് മേള ഉദ്ഘാടനം ചെയ്തത്. തിരുവനന്തപുരത്തെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ തുടരുന്ന വിൽപ്പന പ്രദർശനമേള ഈ മാസം 1-ന് മന്ത്രി വി.എൻ. വാസവനാണ് ഉദ്ഘാടനം ചെയ്തത്. ഗുണനിലവാരവും വൈവിധ്യവും സംയോജിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് മേളയിൽ ഉള്ളത്. പുതിയ ഉൽപ്പന്നങ്ങളുടെ വിപണനോദ്ഘാടനവും മന്ത്രി വി.എൻ. വാസവൻ നിർവഹിച്ചു. റെപ്കോയുടെ ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ ഡിസ്കൗണ്ടാണ് നൽകുന്നത്. കൂടാതെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് 10 മാസത്തെ ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനുള്ള സൗകര്യവുമുണ്ട്. സംസ്ഥാനത്തെ റബ്ബർ തോട്ടങ്ങളിൽ നിന്ന് നേരിട്ടും വിതരണക്കാർ വഴിയും മരങ്ങൾ സംഭരിച്ച് റെപ്കോ തയ്യാറാക്കുന്ന ഫർണിച്ചറുകൾ വർഷങ്ങളോളം നിലനിൽക്കുന്നതാണ്. മലേഷ്യൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഫർണിച്ചർ നിർമ്മിക്കുന്നത്. ഫാക്ടറികൾ നിർമ്മിക്കുന്ന 200ഓളം വിവിധയിനം ഫർണിച്ചറുകൾ മേളയിൽ വിപണനത്തിനുണ്ട്. റബ്ബർ പാലും കയറും ഉപയോഗിച്ച് ആസ്ട്രിയൻ സാങ്കേതികവിദ്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന റെപ്കോ മെത്തകൾ അന്തർദേശീയ ഗുണനിലവാരം ഉള്ളവയാണ്. വിവിധയിനം മെത്തകൾ വിവിധ ബ്രാൻഡുകളിലാണ് വിൽപ്പനയ്ക്കുള്ളത്. നിരവധി ആളുകളാണ് ഉൽപ്പന്നങ്ങൾ വാങ്ങാനായി മേളയിൽ എത്തുന്നത്. നേരിട്ടുമല്ലാതെയും ആയിരക്കണക്കിന് ആളുകൾക്കാണ് റെപ്കോ തൊഴിൽ നൽകുന്നത്. കാരായി രാജനാണ് റെപ്കോ ഗ്രൂപ്പ് ചെയർമാൻ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.